നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 25-ാം തീയതി 1201-ാം ആണ്ട് വൃശ്ചിക മാസം 9-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ഉത്രാടൻ നക്ഷത്രമാണ്. ഉത്രാടൻ നക്ഷത്രം ചൊവ്വാഴ്ച. ശരിക്ക് ഉത്രാടൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിലും ആഴ്ച നല്ലതല്ല. 7 ദിവസത്തെയും 7 ഗ്രഹങ്ങൾക്കായിട്ട് വീതിച്ച് കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ 7 ദിവസത്തെയും വീതിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ശുഭദിനമല്ല, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാക്കും. പലതരത്തിൽ ശത്രുക്കളുടെ എണ്ണം കൂടും, അസ്വസ്ഥതകൾ വരും, അതുപോലെ തീപ്പൊള്ളലേക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാനിടയുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം സൂക്ഷിക്കണം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊന്നും നിൽക്കാതിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഈ ദോഷഭാവങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വൃശ്ചിക മാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. എന്തൊക്കെ പേടിക്കണം? സാമ്പത്തിക തകർച്ചയുണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രധാനമായിട്ട് ആക്സിഡൻറ്റ് വരാം, സർജറിക്ക് വിധേയമാവാം, അതേപോലെ കേസ് വഴക്കുകൾ വരാം, പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ബൗണ്ടറി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വല്ല ഭൂമി ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം നമ്മൾ കൊണ്ട് കൈവയ്ക്കേണ്ടത്. അതുപോലെ കേസ് വഴക്കൊപ്പം തന്നെ ശത്രുക്കളുടെ എണ്ണം കൂടും. നമ്മളൊന്നും പോയില്ലെങ്കിലും വെറുതെ ഇരുന്നാൽ പോലും ശത്രുക്കളുടെ എണ്ണം കൂടും. അപ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. അതിനൊപ്പം നമുക്ക് ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കണം. ഇത് ദോഷമുണ്ട് എന്ന് അറിയണതിലല്ല കാര്യം. നമുക്കൊരു അസുഖമുണ്ട് എന്ന് പറയുന്നതിലേക്കാൾ എങ്ങനെ അസുഖത്തിൽ നിന്ന് അതിജീവിക്കാം എന്നതിനാണ് പ്രാധാന്യം. ആചാര്യന്മാർ ഇങ്ങനത്തെ ദോഷങ്ങൾ വരുമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണവും ദോഷത്തിൽ നിന്ന് രക്ഷ നേടാനാണ്. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി മുരുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകണം. അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. ഒരു മുരുക യന്ത്രം ഈ അപകടങ്ങളോ മറ്റ് ദോഷങ്ങളോ വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കിട്ടിക്കൊള്ളണം. ഒരു പ്രൊട്ടക്ഷൻ. ദേഹരക്ഷ എന്ന് പറഞ്ഞാൽ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ പറ്റും. ഇന്ന് നമുക്ക് നല്ല ദിവസമല്ല എങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം ശുഭകാര്യങ്ങൾക്ക് യാത്രയ്ക്ക് കൊള്ളൂല. യാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതി. ഉച്ചയ്ക്ക് ശേഷമാണ് വരണം. 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മണി 4 മിനിറ്റ് തൊട്ടേ തുടങ്ങുള്ളൂ. ഇപ്പോൾ കലണ്ടറിലെ സമയമായിട്ട് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 4:30 കറക്റ്റ് തീരുകയും ചെയ്യും. അപ്പോൾ കലണ്ടറിലെ സമയം കറക്റ്റാണ്. അതുപോലെ ഒരു കാര്യത്തിന് ഏറ്റവും ഭയക്കേണ്ടത് ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയമാണ്. ഇതുപോലെ കൊള്ളാത്ത സമയത്ത് അവർക്ക് കൂടെ വളരെ സൂക്ഷിക്കണം. അത് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 12 മണി 11 മിനിറ്റ് തൊട്ട് 1 മണി 38 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 9 മണി 19 മിനിറ്റ് തൊട്ട് 10:45 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇന്ന് എത്രയും കൊള്ളാത്ത ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ. നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ ഒപ്പിടേണ്ടി വരും. ചിലപ്പോൾ ഇന്ന് തന്നെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ പല കാര്യങ്ങൾക്ക് നമുക്ക് വല്ല മീറ്റിങ്ങിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത്
11:47 തൊട്ട് 12:35 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തം. ഇതിൽ 12:09 തൊട്ട് 12:13 വരെ 4 മിനിറ്റ് നേരമേ കൊള്ളാതെ ഉള്ളൂ. ബാക്കി 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രധാനമായിട്ട് റെഡ് കളർ ചുവന്ന വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അത് ശരിക്ക് ഷോളായിട്ടോ ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതണം. സ്ത്രീകളാണെങ്കിൽ ഒരു ചുവന്ന പൊട്ടായിട്ട് ഇട്ടിരുന്നാലും ആ ചുവപ്പ് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി, ചൊവ്വയുടെ പവർ ആഗിരണം ചെയ്യാൻ സഹായിക്കും. കളറിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.